വൈ ഷുഡ് വി ഈറ്റ് പ്രോട്ടീൻ? മിക്കവാറും പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അത് ജിമ്മിൽ പോണവര് കഴിക്കണല്ലേ എന്നൊക്കെ പറയും. ഇപ്പോൾ വേ പ്രോട്ടീൻ എന്നൊക്കെ കേട്ടാലോ, ഓ ഓരോ പൊടിയൊക്കെ കഴിച്ചു കയറ്റി ഓരോന്നും വരുത്തി വെക്കണ്ട, കിഡ്നിയൊക്കെ അടിച്ചു പോകും. നിങ്ങൾ വല്ല മുട്ടയും പഴമൊക്കെ കഴിച്ചാൽ മതി എന്നൊക്കെ പറയും. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പ്രോട്ടീൻ ഒരു ബേസിക് റിക്വയർമെന്റ് ആണ് നമ്മുടെ ബോഡിയുടെ, അല്ലാണ്ട് ഭയങ്കര ലക്ഷറി ഒന്നുമല്ല. ദിസ് ഈസ് ഡേ 3 ഓഫ് അവർ ന്യൂട്രീഷൻ സീരീസ്. സോ ഈ വീഡിയോയിൽ നമ്മൾ എന്തുകൊണ്ട് പ്രോട്ടീൻ കഴിക്കണം എന്ന് നോക്കാം. വാ. നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടുന്ന കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കോജൻ ആയിട്ടും ഫാറ്റ് അഡിപ്പോസ് ടിഷ്യൂ ആയിട്ട് സ്റ്റോർ ചെയ്യും. ബട്ട് പ്രോട്ടീനോ സ്റ്റോർ ചെയ്യില്ല. സോ ബോഡിക്ക് പ്രോട്ടീൻ വേണമെങ്കിൽ നമ്മൾ ഡെയിലി ഇൻടേക്ക് ചെയ്യണം. ചെയ്തില്ലെങ്കിലോ എവിടെ നിന്നെടുക്കും? മസിൽ നിന്ന്. ബോഡി പ്രോട്ടീൻ സ്റ്റോർ ചെയ്തില്ലെങ്കിലും മസിൽ ടിഷ്യൂസ് ആണ് ബോഡിയുടെ ഫങ്ഷണൽ പ്രോട്ടീൻ റിസർവ്. അപ്പൊ പ്രോട്ടീൻ ഇൻടേക്ക് കുറഞ്ഞാലോ മസിൽ ബ്രേക്ക് ഡൗൺ ആവും, മസിൽ ലോസ് ആവും, വീക്ക്നെസ് ആവും, മെറ്റബോളിസം കുറയും, ഫാറ്റ് ലോസ് ലോ ഡൗൺ ആവും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അതിന് ജിമ്മിൽ പോയിട്ടും പ്രോട്ടീൻ കഴിക്കാത്തതുകൊണ്ടാണ് മസിൽ ബിൽഡ് ആവുന്നത്. അതുകൊണ്ടാണ് ഫാറ്റ് ലോസ് സ്ലോ ആവുന്നതും. പ്രോട്ടീന്റെ സോഴ്സ് നോക്കിയാൽ ചിക്കൻ, എഗ്ഗ്, പനീർ അങ്ങനെ കുറേ ഉണ്ട്. ബട്ട് എല്ലാവർക്കും ആ സോഴ്സിലൂടെ മാത്രം പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യാൻ പറ്റൂ. അവിടെയാണ് വേ വരുന്നത്. വേ ഒരു മാജിക് പൊടിയൊന്നുമല്ല, ജസ്റ്റ് ഒരു കൺവീനിയന്റ് പ്രോട്ടീൻ സോഴ്സ്, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോകേണ്ടവർ മാത്രം കഴിക്കേണ്ടതല്ല, വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോട്ടീൻ ഗോൾ ഹിറ്റ് ചെയ്യാനുള്ള വേറൊരു മാർഗം. ദാറ്റ്സ് ഓൾ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. അണ്ടിൽ ദെൻ